മണലൂർ അയ്യപ്പൻകാവ് നവീകരണ സഹസ്ര കലശ ചടങ്ങുകൾക്ക് വെള്ളിയാഴ്ച മുതൽ തുടക്കമായി. വൈകിട്ട് നടന്ന ആചാര്യവരണത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ക്ഷേത്രം തന്ത്രിമാരെയും സഹകർമ്മികളെയും ഭഗവാന്റെ ശ്രീമൂലസ്ഥാനത്ത് നിന്നും ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചാനയിച്ചു. കലശത്തോടനുബന്ധിച്ച് ക്ഷേത്രസന്നിധിയിൽ ശാസ്താവേദിയിൽ 15 മുതൽ തുടർച്ചയായി 10 ദിവസങ്ങളിലായി നടക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം ഐശ്വര്യ ഡോങ്റെ ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു. ഞാൻ IPS കയറിയിട്ട് ഏകദേശം ഇപ്പോൾ 7 വർഷമായിട്ടുണ്ട്. 7 വർഷത്തിന് തൊട്ട് മുന്നേ സർവീസിൽ കയറിയിട്ട് തൊട്ട് മുന്നേ ഞാൻ കോളേജ് സമയം പിന്നെ കോളേജ് കഴിഞ്ഞിട്ട് ഓൾസോ ഏകദേശം 22-23 വർഷമായിട്ട് ഭരതനാട്യം പഠിച്ച ഒരു പെൺകുട്ടിയായിരുന്നു. സർവീസ് കയറിയിട്ട് ഞാൻ വിചാരിച്ചു പെർഫോമിംഗ് ആർട്സ് ഒരു ക്ലാസിക്കൽ ആർട്സ് ആണെങ്കിൽ അതിൽ എൻ്റെ ജോബിലേക്ക് ഒരു ബന്ധമുണ്ടാവില്ല. ഹൗവർ 7 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പാകെ ഇതുപോലെ ഒരു IPS ഓഫീസറായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് അറിയാം ഒരു കൾച്ചറൽ ആർട്ട്, ഒരു ക്ലാസിക്, എസ്പെഷ്യലി നമ്മൾ ഇന്ത്യൻ ക്ലാസിക്കൽ ആർട്ട് ആണെങ്കിൽ അതിൽ കിട്ടിയ ഒരു സെൻസ് ഓഫ് ഡിസിപ്ലിൻ, ഒരു സെൻസ് ഓഫ് സിൻസിയറിറ്റി ടുവേർഡ്സ് മൈൻഡ് ആൻഡ് ബോഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കലശ കമ്മിറ്റി പ്രസിഡന്റ് കല്ലേലി താമരപ്പള്ളി മന ദാമോദരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ചലച്ചിത്ര തിരക്കഥാകൃത്ത് SN സ്വാമി, പ്രശസ്ത ചലച്ചിത്ര താരം അപർണ ബാലമുരളി, ഡോക്ടർ TA സുന്ദർ മേനോൻ, G രാജേഷ് എന്നിവർ ആശംസകൾ നേർന്നു. കലശ കമ്മിറ്റി സെക്രട്ടറി P രാജേന്ദ്ര പ്രസാദ്, ദേവസ്വം മാനേജർ P രാജേന്ദ്രൻ എന്നിവരും സംസാരിച്ചു. I think ഈ കോവിഡിന് ശേഷം എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ പ്രോഗ്രാംസ് ഉണ്ടാവുന്നതും നമുക്ക് എല്ലാവർക്കും ഇതുപോലെ കൂടിച്ചേരാൻ പറ്റുന്നതും തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. നമ്മളൊരു വലിയൊരു എന്താ പറയുക സംഭവത്തെയാണ് മറികടന്ന് ഇന്നിവിടെ ഒത്തുകൂടുന്നത്. അത് എനിക്ക് ഏറ്റവും കൂടുതൽ കോവിഡ് വന്നപ്പോൾ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതുവരെ അപ്രീഷിയേറ്റ് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ അതിന് ശേഷം അപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങി. നമുക്ക് ഒരുപാട് നന്ദിയോടെ കാണാൻ തുടങ്ങി. അതുപോലത്തെ ഒരു കാര്യമാണ് എല്ലാവരും ഒത്തുകൂടുന്നതും. എന്നെ സംബന്ധിച്ചിടത്തോളം വേദിയിൽ ആനന്ദപുരം സാലപഞ്ചികയുടെ തിരുവാതിരക്കളി, KP ബാലമുരളിയുടെ ഭക്തിഗാനമേള എന്നിവയും നടന്നു. നട തുറന്ന് കലശാഭിഷേകങ്ങളും തുടർന്ന് പ്രസാദൂട്ടും നടക്കും. ഈ മാസം 25-ന് കലശത്തിന് സമാപനം കുറിക്കും.